കേരളത്തിൽ ബി.ജെ.പി. വലിയ വിജയത്തിനായി കാത്തിരിക്കുകയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് 10 സീറ്റെങ്കിലും പിടിക്കണമെന്നാണ് ബി.ജെ.പിയോട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞിരിക്കുന്നത്. 10 സീറ്റ് പിടിക്കാനുള്ള ഓട്ടത്തിലാണ് ബി.ജെ.പി. സ്ഥാനാർത്ഥികളെയൊക്കെ നേരത്തെ തീരുമാനിച്ച് മണ്ഡലങ്ങളിലേക്ക് ഇറക്കി വിട്ടിരിക്കുകയാണ് ബി.ജെ.പി. പക്ഷേ അങ്ങനെ തയ്യാറെടുക്കുന്ന ബി.ജെ.പിക്ക് വലിയ തിരിച്ചടിയായിരിക്കുന്നു കേന്ദ്ര ബഡ്ജറ്റ്. കേരളത്തിന് ഒരു നേട്ടവുമില്ലാത്ത ബഡ്ജറ്റ് എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. വേഗറയിൽ ഇടനാഴിയിൽ കേരളത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല. കേരളത്തിന് എയിംസ് അടക്കമുള്ള പ്രഖ്യാപനങ്ങളും ഉണ്ടായില്ല. കേരളം ഏറെ പ്രതീക്ഷയോടെ കാണുന്ന വേഗറയിൽ ഇടനാഴിയിൽ ഉൾപ്പെടുത്താത്തത് വലിയ നിരാശയായി മാറി. 12 പുതിയ ജലപാതകളിലും കേരളത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല. ധാതു ഇടനാഴിയിൽ മാത്രമാണ് കേരളമുള്ളത്. അപൂർവ ധാതുഖനനം കൂട്ടാനാണ് ഈ പദ്ധതിയെന്ന് ധനമന്ത്രി പറയുന്നു. പിന്നെയുള്ളത് കടലാമയെ പരിചരിക്കാനുള്ള പദ്ധതി. അതിനുവേണ്ടി പ്രത്യേക കേന്ദ്രവും ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു. ചുരുക്കത്തിൽ ബി.ജെ.പി. കേരളത്തെ പൂർണ്ണമായി അവഗണിച്ചു. ബഡ്ജറ്റിൽ ബി.ജെ.പി. അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും എം.പിമാർ കലിപ്പിലാണ്. അവർ ലോക്സഭയിൽ പ്രതിഷേധം മുഴക്കിയതും ശ്രദ്ധേയം. കേരളത്തെ മാത്രമല്ല, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളെയും അവഗണിച്ചു കളഞ്ഞു ബഡ്ജറ്റിൽ. ബി.ജെ.പി. ഭരിക്കാത്ത അല്ലെങ്കിൽ ബി.ജെ.പിയുടെ സഖ്യകക്ഷികൾ ഭരിക്കാത്ത സംസ്ഥാനങ്ങളെ അവഗണിക്കുന്ന രീതിയാണ് ബജറ്റിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എയിംസ് വരും എന്ന് പറഞ്ഞ് തേരാപ്പാര നടക്കുന്ന ഒരു എം.പി. കേരളത്തിലുണ്ട്, നമ്മുടെ സുരേഷ് ഗോപി. എയിംസ് ഇന്ന് വരും, നാളെ വരും എന്നൊക്കെ പറഞ്ഞാണ് സുരേഷ് ഗോപി നടന്നത്. ഇപ്പോൾ സുരേഷ് ഗോപിക്കും മിണ്ടാട്ടം മുട്ടി. സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു എയിംസ് കേരളത്തിൽ കൊണ്ടുവരുമെന്ന് കട്ടായമായി പറഞ്ഞിരുന്നു സുരേഷ് ഗോപി. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ വാക്കുകൾ പഴഞ്ചാക്കായി മാറിയിരിക്കുന്നു. ഉപ്പുവെച്ച കലം പോലെയായിരിക്കുന്നു സുരേഷ് ഗോപിയുടെ വാക്ക്. സുരേഷ് ഗോപിയുടെ വാക്ക് വിശ്വസിച്ച് വോട്ട് ചെയ്ത തൃശ്ശൂരുകാർ സുരേഷ് ഗോപി വഞ്ചിച്ചുവെന്ന് പരസ്യമായി പറഞ്ഞു തുടങ്ങി. സോഷ്യൽ മീഡിയയിൽ എയിംസ് വന്നില്ലേ എന്ന് ചോദിച്ച് സുരേഷ് ഗോപിയെ അലക്കുന്നുണ്ട് സൈബർ ഇടങ്ങൾ. എന്തായാലും കേരളത്തിന് ഒരു പ്രയോജനവുമില്ലാത്ത ഒരു ബഡ്ജറ്റാണ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. കേരളത്തിന് ഒരൊറ്റ പ്രയോജനം പോലും ഇല്ല. ഈ ബഡ്ജറ്റ് കൊണ്ട് 10 പൈസയുടെ പ്രയോജനം കേരളത്തിൽ ഇല്ല. കടലാമ പരിചരണമാണോ കേരളത്തിലെ ഏറ്റവും വലിയ വിഷയം എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു. പിന്നെ അപൂർവ ധാതു ഖനനവും. ഈ 2 കാര്യങ്ങൾ മാത്രമാണ് കേരളത്തിന് നൽകിയിട്ടുള്ളത്. ബാക്കി എല്ലാത്തിലും അവഗണന, ക്രൂരമായ അവഗണന എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും കേരളത്തിലെ ബഡ്ജറ്റ്, കേന്ദ്ര ബഡ്ജറ്റ് കേരളത്തിന് നിരാശയായി ഫലം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കാത്തു നിൽക്കുന്ന 10 മണ്ഡലങ്ങളിൽ വിജയിക്കാൻ കാത്തു നിൽക്കുന്ന കേരളത്തിലെ ബി.ജെ.പിക്ക് വലിയ തിരിച്ചടിയാണ് ഈ ബഡ്ജറ്റ്. കേരളത്തിലെ ബി.ജെ.പിയുടെ നാവിറങ്ങിപ്പോയിരിക്കുന്നു ബഡ്ജറ്റിൽ. രാജീവ് ചന്ദ്രശേഖർ ബഡ്ജറ്റിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയെങ്കിലും ജനങ്ങൾ അത് അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. കേന്ദ്രത്തിന് കേരളത്തോട് ചിറ്റമ്മ നയമാണെന്ന് പണ്ടേ അഭിപ്രായമുണ്ട്. അത് ഇടതുപക്ഷവും വലതുപക്ഷവും പറയുന്നുണ്ട്. ആ ചിറ്റമ്മ നയം തന്നെയാണ് ഇപ്പോൾ കേരളത്തോട് കാണിച്ചിരിക്കുന്നത് നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കൊടുത്തപ്പോൾ കേരളത്തിന് ഒരൊറ്റ 10 പൈസയുടെ പ്രയോജനം ഉണ്ടായില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. ഇത് വരും കാലത്ത് ബി.ജെ.പിയുടെ തകർച്ചയ്ക്ക് വഴിയൊരുക്കും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്കെതിരെ ഇത് CPM ആയുധമാക്കി മാറ്റും. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്ത ബി.ജെ.പി. കേരളത്തിൽ വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അവർ അതിനുവേണ്ടിയുള്ള അക്ഷീണ പ്രയത്നത്തിലാണ്. അവർ പ്രതീക്ഷിക്കുന്നത് വലിയ ഒരു വിജയം, 10 സീറ്റിൽ വിജയിക്കുക എന്നതാണ്.
കേന്ദ്ര മന്ത്രി അമിത്ഷായാണ് നേരിട്ട് അവരുടെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നത്, BJPയുടെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നത്. അമിത്ഷയ്ക്കും ഇനി ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്തായാലും കേരളത്തിലെ BJPക്ക് ഇടുത്തിയായിരിക്കുന്നു പുതിയ ബഡ്ജറ്റ്.